സെപ്റ്റംബറിലാണ്. അതിന് പിന്നിൽ ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. എനിക്ക് കൃപാസനത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണയുടെ സമയത്ത് ഞാൻ ആ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരികയും 2 വർഷത്തോളം നാട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന സമയത്ത് മമ്മി എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃപാസനം നല്ലതാണ്, അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഓക്കെ, ഞാനും കൃപാസനത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ട്രോളുകളിലൂടെയാണ്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കറിയാം കൃപാസനത്തിനെ കുറിച്ച് ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ ഞാൻ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷനായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഏതായാലും പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് മമ്മി ഇവിടെ വരികയും എൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ജോലിയിലൊക്കെ കയറുമെങ്കിലും, നല്ല MNC കമ്പനിയിലൊക്കെ ജോലി കിട്ടുമെങ്കിലും, ഞാൻ അധികം നാൾ തുടർന്ന് ജോലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ജോലി പോവുമായിരുന്നു എനിക്ക്. അങ്ങനെ ഒത്തിരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരു ഈവിൾ സ്പിരിറ്റ് എന്ന് തന്നെ പറയാം, ഒരു ഡാർക്ക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എനിക്ക് വേണ്ടി എടുക്കുക. അത് ഞാൻ അറിയുന്നില്ല, ഈ സംഭവം ഞാൻ അറിയുന്നില്ല. ആ സമയത്ത് ഞാൻ ഖത്തറിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് കമ്പനിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് അവരെന്നോട് കൺട്രി ഔട്ടാവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോരുകയും ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് വിസ ചേഞ്ച് QVC ഒക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് അപ്പം മമ്മി ഞാൻ അറിയാതെ തന്നെ എൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും എനിക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ എന്നോട് മമ്മി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് യൂട്യൂബിൽ കിച്ചണിൽ ഇങ്ങനെ മമ്മി സാക്ഷ്യം വെച്ച് കേൾക്കുമോ, അപ്പം ഞാനും പോയിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടൊക്കെ സാക്ഷ്യം പറയുക. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് മുഴുവൻ ഇവിടെ തട്ടിപ്പ് നടക്കുന്നു, ഇവിടെ ഭയങ്കരമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഈവിൾ സ്പിരിറ്റിനെ അല്ലെങ്കിൽ സാത്താനെയൊക്കെ വെച്ച് ചെയ്യുന്നു, ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടുള്ളൂ. അച്ഛനെക്കുറിച്ചൊക്കെ ഒത്തിരി ട്രോൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ 2-3 സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു ഇളക്കം തട്ടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് മനുഷ്യർ കരഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത്? ഇത് ശരിക്കും ഒരു കള്ളത്തരമാണെങ്കിൽ ഇത്രയും ഇവരുടെ സത്യസന്ധത, വാക്കുകളിലുള്ള സത്യം എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ. അപ്പം ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യാൻ തുടങ്ങി പതിയെ. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി എനിക്കൊന്ന് കൃപാസനത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ടൊക്കെ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ചേഞ്ചായി. കൃപാസനം സത്യമാണെന്നുള്ള ഒരു കൺവിക്ഷൻ എനിക്ക് ഈശോ തന്നുകൊണ്ടിരുന്നു, മാതാവ് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വരാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് പെർമിഷനും കിട്ടി. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വരുന്ന കാര്യവും ഈസി ആയിരുന്നില്ല. വരാൻ വേണ്ടി തീരുമാനിച്ച അന്ന് രാത്രി, അതിരാവിലെ ട്രെയിനാണ്, അന്ന് രാത്രി എനിക്ക് ഇയർ ഇൻഫെക്ഷനായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദന വന്ന് ഞാൻ രാത്രി എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങി. ഇയർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ചില സമയത്ത് അത് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ വരും. എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ വന്നു. അങ്ങനെ അന്നത്തെ വരവ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു പാറ്റേൺ ആണ്, എന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കത്തില്ല. അപ്പം എനിക്കൊരു വാശി, എന്താണെങ്കിലും ഞാൻ വന്ന് തന്നെ ആകണം എന്നുള്ളത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ട് ട്രെയിനിൽ കയറി. ഏകദേശം ഒരു സെഡേറ്റീവ് അവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പേ എറണാകുളത്തിനാണ് എനിക്ക് ട്രെയിൻ കിട്ടുന്നത്. ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ മിസ്സായി പോയായിരുന്നു. എനിക്കതിൽ കയറാൻ പറ്റില്ല, പെയിനും വേദനയും ടയർഡ്നെസ്സൊക്കെ കാരണം. അങ്ങനെ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ പോയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ആരോടാ ചോദിക്കേണ്ടതെന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നടന്നപ്പോൾ ടാക്സി സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ടാക്സി ആൾക്കാർ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിവിടെ അടുത്തൊരു പള്ളി, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. എനിക്കിവിടെ അടുത്തൊരു പള്ളി പോകണമെന്ന്, കൃപാസനം ഇത്ര ഫേമസ് ആണെന്നോ എല്ലാവർക്കും അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പള്ളി പോകണമെന്ന് പറഞ്ഞു. കൃപാസനം ആണോ എന്ന് ചോദിച്ചു.
അതേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്നോടൊരു റേറ്റ് പറഞ്ഞു. ഞാൻ ആ ചേട്ടനോട് വേറൊരു റേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ റേറ്റിന് ചേട്ടൻ പെട്ടെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ ടാക്സിയിൽ കയറിയിട്ട് ചേട്ടൻ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി ഒരു റൂമൊക്കെ എടുത്തു തന്നു. പിറ്റേന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസ്തത കാണിച്ചു. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അതേപോലെ പത്രമൊക്കെ വിതരണം ചെയ്തു. വചനം വിശ്വാസത്തോടെയും ഭക്തിയോടെയും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നാട്ടിലിരിക്കുമായിരുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്റ്റോറിയുടെ ആദ്യത്തെ ഇത്. പക്ഷേ എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല, വിസയ്ക്ക് തടസ്സം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യവും കൂടെ അതിൻ്റെ ഓഫർ ലെറ്റർ എല്ലാം എടുത്തുകൊണ്ട് വന്നു ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ജോലിക്ക് ഒരു തടസ്സം വരത്തില്ല, നിനക്ക് അടുത്ത് തന്നെ വിസ വരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതിൻ്റെ 10-ാം ദിവസം എനിക്ക് വിസ വന്നു. അതൊരു നല്ല ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ പോയി ജോലിയിൽ കയറി, ജോലി നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ജോലിയിൽ നിൽക്കാൻ പറ്റാത്ത ആ ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഈ ജോലിയിലൂടെ മാതാവ് തന്ന ജോലിയിലൂടെ മാതാവ് മാറ്റി തന്നു. അതൊരു ഗവൺമെൻറ് ജോലിയാണ്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഒരു മെൻസ്ട്രുവൽ ഇഷ്യൂസ്, അതായത് ദൈവനാമത്തിന് സ്തുതി. ഞാനിന്നിവിടെ മാതാവ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഫാമിലിയിൽ ചെയ്തു തന്നിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എൻ്റെ പേര് മീര. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാനിപ്പം ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വെക്കേഷൻ വന്നാണ്. ഞാനിപ്പോൾ ലീവിലാണുള്ളത്. ഇത് ഉടമ്പടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബറിലാണ്. അതിന് പിന്നിൽ ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. എനിക്ക് കൃപാസനത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണയുടെ സമയത്ത് ഞാൻ ആ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരികയും 2 വർഷത്തോളം നാട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന സമയത്ത് മമ്മി എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃപാസനം നല്ലതാണ്, അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഓക്കെ, ഞാനും കൃപാസനത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ട്രോളുകളിലൂടെയാണ്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കറിയാം കൃപാസനത്തിനെ കുറിച്ച് ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ ഞാൻ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷനായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഏതായാലും പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് മമ്മി ഇവിടെ വരികയും ഞങ്ങൾക്കെല്ലാം എൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു, എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ജോലിയിലൊക്കെ കയറുമെങ്കിലും, നല്ല MNC കമ്പനിയിലൊക്കെ ജോലി കിട്ടുമെങ്കിലും, ഞാൻ അധികം നാൾ തുടർന്ന് ജോലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ജോലി പോവുമായിരുന്നു എനിക്ക്. അങ്ങനെ ഒത്തിരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരു ഈവിൾ സ്പിരിറ്റ് എന്ന് തന്നെ പറയാം, ഒരു ഡാർക്ക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എനിക്ക് വേണ്ടി എടുക്കുക. അത് ഞാൻ അറിയുന്നില്ല, ഈ സംഭവമൊന്നും ഞാൻ അറിയുന്നില്ല. ആ സമയത്ത് ഞാൻ ഖത്തറിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് കമ്പനിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് അവരെന്നോട് കൺട്രി ഔട്ടാവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോരുകയും, ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് വിസ ചേഞ്ച് QVC ഒക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് അപ്പം മമ്മി ഞാൻ അറിയാതെ തന്നെ എൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും എനിക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ എന്നോട് മമ്മി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് യൂട്യൂബിൽ കിച്ചണിൽ ഇങ്ങനെ മമ്മി സാക്ഷ്യം വെച്ച് കേൾക്കുമോ, അപ്പം ഞാനും പോയിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടൊക്കെ സാക്ഷ്യം പറയുക. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് മുഴുവൻ ഇവിടെ
തട്ടിപ്പ് നടക്കുന്നു, ഇവിടെ ഭയങ്കരമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഈവിൾ സ്പിരിറ്റിനെ അല്ലെങ്കിൽ സാത്താനെയൊക്കെ വെച്ച് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടുള്ളൂ. അച്ഛനെ കുറിച്ചൊക്കെ ഒത്തിരി ട്രോൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ 2-3 സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു ഇളക്കം തട്ടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് മനുഷ്യർ കരഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത്? ഇത് ശരിക്കും ഒരു കള്ളത്തരം ആണെങ്കിൽ ഇത്രയും ഇവരുടെ സത്യസന്ധത, വാക്കുകളിലുള്ള സത്യം എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ. അപ്പം ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യാൻ തുടങ്ങി പതിയെ. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി എനിക്കൊന്ന് കൃപാസനത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ടൊക്കെ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ചേഞ്ചായി. കൃപാസനം സത്യമാണെന്നുള്ള ഒരു കൺവിക്ഷൻ എനിക്ക് ഈശോ തന്നുകൊണ്ടിരുന്നു, മാതാവ് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വരാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് പെർമിഷനും കിട്ടി. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വരുന്ന കാര്യവും ഈസി ആയിരുന്നില്ല. വരാൻ വേണ്ടി തീരുമാനിച്ച അന്ന് രാത്രി, അതിരാവിലെ ട്രെയിനാണ്, അന്ന് രാത്രി എനിക്ക് ഇയർ ഇൻഫെക്ഷനായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദന വന്ന് ഞാൻ രാത്രി എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങി. ഇയർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ചില സമയത്ത് അത് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ വരും. എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ വന്നു. അങ്ങനെ അന്നത്തെ വരവ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു പാറ്റേൺ ആണ്, എന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കത്തില്ല. അപ്പം എനിക്കൊരു വാശി, എന്താണെങ്കിലും ഞാൻ വന്ന് തന്നെ ആകണം എന്നുള്ളത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ട് ട്രെയിനിൽ കയറി. ഏകദേശം ഒരു സെഡേറ്റീവ് അവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പേ എറണാകുളത്തിനാണ് എനിക്ക് ട്രെയിൻ കിട്ടുന്നത്. ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ മിസ്സായി പോയായിരുന്നു. എനിക്കതിൽ കയറാൻ പറ്റില്ല, പെയിനും വേദനയും ടയർഡ്നെസ്സൊക്കെ കാരണം. അങ്ങനെ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ പോയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ആരോടാ ചോദിക്കേണ്ടതെന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നടന്നപ്പോൾ ടാക്സി സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ടാക്സി ആൾക്കാർ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിവിടെ അടുത്തൊരു പള്ളി, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. എനിക്കിവിടെ അടുത്തൊരു പള്ളി പോകണമെന്ന്, കൃപാസനം ഇത്ര ഫേമസ് ആണെന്നോ എല്ലാവർക്കും അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പള്ളി പോകണമെന്ന് പറഞ്ഞു. കൃപാസനം ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്നോടൊരു റേറ്റ് പറഞ്ഞു. ഞാൻ ആ ചേട്ടനോട് വേറൊരു റേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ റേറ്റിന് ചേട്ടൻ പെട്ടെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ ടാക്സിയിൽ കയറിയിട്ട് ചേട്ടൻ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി ഒരു റൂമൊക്കെ എടുത്തു തന്നു. പിറ്റേന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസ്തത കാണിച്ചു. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അതേപോലെ പത്രമൊക്കെ വിതരണം ചെയ്തു. വചനം വിശ്വാസത്തോടെയും ഭക്തിയോടെയും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നാട്ടിലിരിക്കുമായിരുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ സ്റ്റോറിയുടെ അകത്ത് ഇത്. പക്ഷേ എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല, വിസയ്ക്ക് തടസ്സം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യവും കൂടെ അതിൻ്റെ ഓഫർ ലെറ്റർ എല്ലാം എടുത്തുകൊണ്ട് വന്നു ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ജോലിക്ക് ഒരു തടസ്സം വരത്തില്ല, നിനക്ക് അടുത്ത് തന്നെ വിസ വരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതിൻ്റെ 10ാം ദിവസം എനിക്ക് വിസ വന്നു. അതൊരു നല്ല ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ പോയി ജോലിയിൽ കയറി. ജോലി നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ജോലിയിൽ നിൽക്കാൻ പറ്റാത്ത ആ ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഈ ജോലിയിലൂടെ, മാതാവ് തന്ന ജോലിയിലൂടെ മാതാവ് മാറ്റി തന്നു. അതൊരു ഗവൺമെൻറ് ജോലിയാണ്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1ാമത്തെ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത 1ാമത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ ഇതെന്ന് പറയുവാണെങ്കിൽ, എനിക്ക് ഒരു മെൻസ്ട്രുവൽ ഇഷ്യൂസ്, അതായത് ഒരു 1 മന്തൊക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, 2.4 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. കാരണം മരുന്ന് കഴിച്ച സിസ്റ്റ് മാറത്തില്ല എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പം ഇത് 1 മാസമൊക്കെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നടക്കും, ആരോടും പറയത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ആരോടും പറയത്തില്ല. ബ്ലീഡിങ് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കൗണ്ട് വളരെ കുറഞ്ഞു പോകും. 6 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ജോലിയുടെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. 1 മാസം 1.5 മാസമൊക്കെ നീണ്ടുപോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർത്തു, മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇടപെടുന്നുണ്ട്, ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമല്ലോ. ഉപ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ തുടങ്ങി. ഓഫീസിൽ പോകുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുറച്ച് ഒരു തൊള്ളിയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ, ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് പോകും.
അങ്ങനെ 5-ാമത്തെ ദിവസം, അന്നൊരു 1 month ആയിട്ടുണ്ട്, 5-ാമത്തെ ദിവസം അത് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് പീരിയഡ്സ് വളരെ നോർമലാണ്, റെഗുലറാണ്. ആ അസുഖവും മാതാവ് എനിക്ക് മാറ്റി തന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിവിയർ ആയിരുന്നു. ഇപ്പം ജോലി ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുള്ള ജോലി, അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നാപ്കിൻ ഇങ്ങനെ ഒരു ബണ്ടിലാക്കിയിട്ട് വാഷ് ബേസിൻ്റെ കീഴെ കൊണ്ടുപോയി വെക്കുമായിരുന്നു, ഒരു കാണാൻ പറ്റാത്ത സ്ഥലത്ത്. അത്രയും സിവിയർ ആയിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാതാവ് എനിക്ക് മോചനം തന്നു. പിന്നെ ഈ അടുത്ത് നടന്ന ഒരു അത്ഭുതമാണ്. അത് എൻ്റെ ബ്രദറിനെ കുറിച്ചുള്ളതാണ്. ബ്രദറിന് വിക്കുള്ള ഒരു ആളായിരുന്നു. അവൻ നേഴ്സാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞാണ്. ഇപ്പോൾ റെയിൽവേയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ്റെ കൂടെയുള്ളവരെല്ലാം വിദേശത്ത് പോയി. ഒത്തിരി പേര് കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, അയർലൻഡിലുണ്ട്. ഇവന് മാത്രം OET എഴുതാൻ പറ്റുന്നില്ല. കാരണം വിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. ഇങ്ങനെ ഒരു കോഴ്സാണ് പഠിച്ചത്, പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് മാത്രം എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട് ആ സങ്കടം. നല്ല കഴിവുള്ള കൊച്ചാണ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല സ്വഭാവമാണ്. പക്ഷേ 2-3 വാക്ക് കൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഇവന് വേണ്ടിയിട്ട് OET പാസ്സാവാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം മുതൽ ഇവൻ്റെ മനസ്സിലൊരു ചേഞ്ച് വരാൻ തുടങ്ങി. ഒരു 6-7 മാസമായിട്ട് OET എന്തുകൊണ്ട് എനിക്കും എഴുതി നോക്കിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ OET എന്താണ്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വരെ അവൻ പോയി ആദ്യം മുതലേ നോക്കി. എക്സാം എന്താണെന്നൊന്നും വലിയ പിടിയുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിലെല്ലാം പോയി. പക്ഷെ അവന് എക്സാം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ തീരുമാനിച്ചു എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ അവൻ പറഞ്ഞു, ആദ്യത്തേത് പോയതുകൊണ്ട് മമ്മി അവൻ്റെ കയ്യിൽ കാശ് രൂപമൊക്കെ കൊടുത്തു വിട്ടു. അവൻ ചെന്നൈയിലാണുള്ളത്. മമ്മി കോഴിക്കോട് ഇരുന്നിട്ട് കഴുത്തിൽ മമ്മിയുടെ കഴുത്തിൽ എണ്ണ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അവൻ എക്സാം എഴുതുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് സ്റ്റട്ടറിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് കാണിച്ചൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന് എക്സ്ട്രാ ടൈമൊക്കെ കൊടുത്തു ഈ എക്സാമിന്. പക്ഷേ എന്നാലും കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ്റർലൊക്കേറ്റർ കൂടുതൽ എക്സ്ട്രാ ടൈം കൊടുത്തു, കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് പറയാൻ നല്ല ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരുന്നു. നല്ല കോപ്പറേറ്റീവായിട്ടുള്ള ഒരാളെയാണ് അവന് എക്സാമിനറായിട്ട് കിട്ടിയത്. റിസൾട്ട് വന്നപ്പോൾ അവൻ അത്ഭുതകരമായിട്ട് അവന് OET പാസ്സായി. അത് സ്പീക്കിങ്ങിനാണ് ഹയസ്റ്റ് സ്കോർ കിട്ടിയത്, 7.2. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. ഞാനത് കേട്ടപാട് ഞാൻ കരഞ്ഞു, മമ്മിയും കരഞ്ഞു. കാരണം വീട്ടിൽ അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ ആ വിഷമം. കേട്ടവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അവർ OET പാസ്സായോന്ന്. എല്ലാവരും തിരിച്ച് ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്യുന്ന അത് ഒരു OET എന്നുള്ള ഒരു എക്സാം പാസ്സാവുക എന്നല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾ OET അത് സ്പീക്കിംഗ് മൊഡ്യൂളിന് ഹയസ്റ്റ് സ്കോർ വാങ്ങി പാസ്സായി. അത് മാതാവ് തന്ന അനുഗ്രഹം മാത്രമാണ്, മാനുഷികമായ ഒരു കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ നടന്നതല്ല. മാതാവിന് സ്തുതി, മാതാവിന് 1000 നന്ദി ആ കാര്യത്തിന് വേണ്ടി. അതെല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരുടെ മനസ്സിനെ സ്പർശിച്ച ഒരു അത്ഭുതം കൂടെയായിരുന്നു. കാരണം സംഭവിക്കുമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യമാണ് അത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത്തിലൂടെ നേടിത്തന്നത്. പിന്നെ ഇതിന് ഒരു 3 മാസം മുന്നേ വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഡാഡി ഷുഗർ പേഷ്യൻ്റാണ്. ഡാഡിക്ക് കിഡ്നിക്ക് പ്രശ്നമുണ്ട്. ഡാഡി ഒത്തിരി ആൽക്കഹോളിക് ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം ഇപ്പോഴാണ് ഡാഡിയുടെ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങിയത്. പാൻക്രിയാസിന് പ്രശ്നമുണ്ട്. അങ്ങനെ ഡാഡി കുനിയൊരു കല്ലെടുത്തതായിരുന്നു. അതിനുശേഷം വളരെ കോംപ്ലിക്കേഷൻസ് കാണാൻ തുടങ്ങി. തലകറക്കം അനുഭവപ്പെടാൻ തുടങ്ങി. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, പോയി കിടക്കുക. ആക്ച്വലി ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയതായിരുന്നു. വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു പെട്ടെന്ന് പോയിക്കോ, സീരിയസ് ആണ് അവസ്ഥ, പെട്ടെന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ്, പാൻക്രിയാസ് സിസ്റ്റ് റാപ്ചറായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ്, വയറിൽ രക്തം നിറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കോഴിക്കോട് ടൗണിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണൂരേക്കാണ് പോയത്. ഞാൻ ആ സമയത്ത് ഖത്തറിൽ വർക്ക് ചെയ്യുക. മമ്മി പെട്ടെന്ന് വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുപോയി. മമ്മിക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയ ഡ്രസ്സൊക്കെ കയ്യിലെടുത്ത്, കാരണം അത്രയും സീരിയസ് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനും ബ്ലഡ് വോമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി.
അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സർജറി നടത്തി എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി ഇങ്ങനെ സീരിയസ് അവസ്ഥയിൽ ICUവിലാണ് ഉള്ളത്, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ, മിണ്ടാനൊന്നും പറ്റുന്നില്ല. അപ്പോഴത്തേനും ഭയങ്കര വിഷമമായി. കാരണം ഡാഡിക്ക് അങ്ങനെയൊന്നും വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഡാഡി തലേന്നും കൂടെ നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് ഇരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിറ്റേന്ന് ഇങ്ങനെ വരുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഞാനിത് അറിയുന്നത്. ഞാൻ ഒരു വിധത്തിൽ ഡ്രൈവിംഗ് ക്ലാസ് എല്ലാം തീർത്തിട്ട് റൂമിൽ വന്നു, മെഴുകുതിരി കത്തിച്ചു, മുട്ടിൽ കുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഡാഡിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ആരുമില്ല, നീ എന്നെ അനാഥയാക്കരുതെന്ന് പറഞ്ഞിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ അമ്മ അമ്മയെന്ന് വിളിക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ, ഒരു വാക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അമ്മ അമ്മ അമ്മയെന്ന് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കൊണ്ട് ഡാഡിയുടെ അസുഖം ഭേദമായി. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി വന്നു. ആരോ വന്ന് പറയുന്ന പോലെ തോന്നി, ഈ ഡാഡിക്കൊന്നും വരത്തില്ല, ഡാഡിയുടെ ഈ അസുഖം മരണകരമായിട്ടുള്ളതോ കഷ്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ല, ഡാഡിക്ക് എല്ലാം സുഖമാവും, മാത്രമല്ല ആദ്യത്തേലും നല്ല ഒരു ആരോഗ്യത്തിലേക്ക് വരും. അതും ഞാൻ അന്നേരം തന്നെ മമ്മിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു, മമ്മി ഒന്നും പേടിക്കണ്ട, ഡാഡിക്ക് എല്ലാം കുറഞ്ഞു വരും, മാതാവ് എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്. അങ്ങനെ 3 ദിവസം പറഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡാഡിയെ റൂമിലേക്ക് മാറ്റി. ഡാഡിക്ക് എല്ലാം കുറഞ്ഞു. 2 ബ്ലഡ് ബാഗ് മൊത്തം ബ്ലഡ് വയറ്റിൽ നിന്ന് സക്ക് ചെയ്തെടുത്തു. വയറ്റിൽ ഡിസ്ചാർജ് ആയത്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയത്. അതിൽ ഒരു തുള്ളിയെങ്കിലും ബ്രെയിനിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ആയേനെ. ഏതായാലും അതിനൊന്നും സമ്മതിക്കാതെ അതിനൊന്നും ഇടവരാതെ മാധവ് രക്ഷിച്ചു. ഈ 4 സാക്ഷ്യങ്ങളാണ്. പിന്നെ സ്പിരിച്വലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം നടന്നിട്ടുണ്ട്. കാരണം കാത്തലിക് ഫെയ്ത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിരുന്നതായിട്ട് ഞാൻ പറഞ്ഞു. അത് തിരിച്ചു വന്നു. കാരണം ഞാൻ ഒത്തിരി വിശ്വാസങ്ങളുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കുറേ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഉത്തരങ്ങൾ കിട്ടുക, എവിടെയാണ് ഉത്തരം എന്നുള്ള, എനിക്ക് കാത്തലിക് ഫെയ്ത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ എല്ലാം പഠിച്ചു. ഹിന്ദുയിസം പഠിച്ചു, മുസ്ലിം മതം പ്രാക്ടീസ് ചെയ്തു കുറേ നാൾ. ന്യൂ ഏജ് എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ഈ ടാരോ, ആസ്ട്രോളജി, ആസ്ട്രോളജിയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം ഒരു ഭയങ്കരമായ കൺവിക്ഷൻ വന്നു, അതിലൊന്നും ഉത്തരവില്ല. ഉത്തരം എന്ന് പറഞ്ഞാൽ 1% പോലും ഉത്തരവില്ല. ആസ്ട്രോളജിയിലൊന്നും 1% പോലും ഉത്തരവില്ല. മാതാവിൽ വിശ്വസിച്ച്, മാതാവിനെ കൈവിടാതെ വിനയത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നേടിത്തരാത്ത കാര്യങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും മാതാവിനെ ആശ്രയിച്ചാൽ മതി, മാതാവിന് അതിനൊരു ഉത്തരം, ഒരു മറുപടി ഉണ്ടായിരിക്കും.